ആൾ ദൈവത്തിന്റെ കാൽ പതിഞ്ഞ മണ്ണെടുക്കാൻ പോയി. ഹത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് 120-ൽ പരം ആളുകൾ മരിച്ച സംഭവത്തിൽ FIR-ലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ദുരന്തമുണ്ടായതല്ല, വിളിച്ചു വരുത്തിയതാണെന്നാണ് പുറത്തുവന്ന FIR-ൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹത്രസിൽ നടന്നത് അനാസ്ഥയും അതിരുകവിഞ്ഞ ഭക്തിയും വഴിവെച്ച അപകടം. ജൂലൈ 2 ഉച്ച കഴിഞ്ഞതോടെയാണ് രാജ്യത്തെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത്. നാരായൺ സക്കാർ ഹരി എന്ന ഭോലെ ബാബയുടെ പ്രഭാഷണം കേൾക്കാനെത്തിയവരിൽ നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഭോലെ ബാബ എന്ന ആൾ ദൈവത്തിനെ കാണാനും പ്രഭാഷണം കേൾക്കാനുമായി എത്തിയത് 2.5 ലക്ഷത്തോളം ആളുകൾ, അതിലേറെയും സ്ത്രീകളും കുട്ടികളും. എന്നാൽ 80,000 പേരെ മാത്രം ഉൾക്കൊള്ളിച്ച് പരിപാടി നടത്താനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. ഇത്രയും ആളുകളെ നിയന്ത്രിക്കാൻ ഭരണകൂടം അനുവദിച്ചത് വെറും 40 പോലീസുകാരെ. കൂടാതെ പരിപാടി സംഘടിപ്പിച്ചവരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റകരമായ ലാഘവവും അപകടത്തിന് ആക്കം കൂട്ടി. ഇനി അവിടെ സംഭവിച്ചതെന്തെന്ന് പരിശോധിക്കാം. ഭോലെ ബാബയുടെ പരിപാടി കഴിഞ്ഞയുടൻ ആളുകൾ പുറത്തു കടക്കാൻ തിരക്കുകൂട്ടി. പക്ഷേ ഇത്രയും ആളുകൾക്ക് പുറത്തു കടക്കാൻ ഉണ്ടായിരുന്നത് ചെറിയ ഇടനാഴികൾ മാത്രം. ഇത് കവാടങ്ങൾക്ക് മുന്നിൽ വലിയ തിരക്കുണ്ടാക്കി. ആളുകൾ തിരക്ക് കൂട്ടിയതോടെ പുകപടലം ഉയർന്നതും കനത്ത ചൂടും ആളുകളിൽ പരിഭ്രാന്തി വരുത്തി. ഇതിനിടെ പ്രഭാഷണം കഴിഞ്ഞ് പോകാനൊരുങ്ങിയ ഭോലെ ബാബയുടെ കാൽ തൊട്ട് തൊഴാനും ചവിട്ടിയ മണ്ണെടുക്കാനും ഭക്തി മൂത്തവർ ശ്രമിച്ചു. ബാബയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചവരെ അയാളുടെ അംഗരക്ഷകർ വടി ഉപയോഗിച്ച് തള്ളിമാറ്റി. ഈ സംഭവം കൂടി ആയപ്പോൾ ആകെ പ്രശ്നമായി. ആളുകൾ നിലത്ത് വീണു. പുറത്തു കടക്കാൻ ശ്രമിച്ചവരുടെ ചവിട്ടുകളേറ്റു. സത്സംഗം വലിയ ദുരന്തമായി. സംഭവത്തിൽ ഒളിവിൽ പോയ ആൾ ദൈവം ഭോലെ ബാബയെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ആളുടെ സഹായിയും പരിപാടിയുടെ ആസൂത്രകനുമായ ദേവപ്രകാശ് മധുക്കറയാണ് പ്രധാന പ്രതിയായി FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഘാടകരാണ് ദുരന്തത്തിന്റെ ഉത്തരവാദികളെന്നും ഇവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും FIR-ൽ പറയുന്നുണ്ട്. ഇതിനിടെ സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. എല്ലാ വശങ്ങളും അന്വേഷിച്ച് കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപകടമാണോ ഗൂഢാലോചനയാണോ ഇതെന്നും പരിശോധിക്കുമത്രേ. यहाँ की घटना के बारे में था और जुडिशल इंक्वायरी के बारे में आज ही इसके नोटिफिकेशन शासन के द्वारा भी जारी हो जाएगी. ഭോലെ ബാബയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് പക്ഷേ DGP പ്രശാന്ത് കുമാർ വ്യക്തമായ മറുപടി നൽകിയില്ല. അന്വേഷണം നടക്കുകയാണെന്നും വസ്തുതകൾ കണ്ടെത്തി നടപടി എടുക്കുമെന്നുമാണ് മറുപടി. भोले बाबा गिरफ्त में होंगे पुलिस के? ये अभी सभी चीज़ें जांच का विषय है. अभी हम तत्काल निष्कर्ष पे पहुंच के किसी भी चीज़ को जांच को इफेक्ट नहीं करना चाहते हैं. जांच का दायरा खुला है. जांच में जो भी तथ्य प्रकाश में आएंगे उसके आधार पर कार्रवाई करेंगे.